സദ്യയിൽ നാം എപ്പോഴും കാണുന്ന ഒരു വിഭവമാണ് ബീട്രൂട്ട് പച്ചടി. അപ്പോൾ നമുക്കിന്ന് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കി നോക്കിയാലോ? അതിനായി ഞാൻ 2 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അതിനെ തൊലി കളഞ്ഞ് നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത ബീട്രൂട്ടിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം അതിനെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുകയും വേണം. ഈ രൂപത്തിലാക്കി എടുക്കണം. അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ, കുറച്ച് 2 പച്ചമുളക്, കുറച്ച് ജീരകം, കുറച്ച് കടുക്, കറിവേപ്പില, കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളം കൂടിപ്പോവരുത്. ചെറിയൊരു കുഴമ്പ് രൂപത്തിലായിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഈ കൂട്ടിനെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ടിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇത് മാത്രമല്ല, നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുകയും വേണം. അതിലേക്ക് കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇനി കടുക് വറുത്തത് ചേർത്ത് കൊടുക്കാം. അതിനായി പാൻ വെച്ച് ചൂടായപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കുറച്ച് കടുക് ഇട്ടു. കടുക് നന്നായി പൊട്ടി വന്നപ്പോഴേക്കും കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ പച്ചടിക്കൂട്ടിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചടി ഇവിടെ റെഡിയായിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.